നമ്മൾ പലപ്പോഴേ അങ്ങനെ പല ആളുകളും നമ്മളെല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും ലൈഫിൽ പലപ്പോഴും പലർക്കും വേണ്ടി ഒരു പരിധിയിലപ്പുറത്തേക്ക് ഇങ്ങനെ അവൈലബിൾ ആവാറുണ്ട്. ഓക്കെ, അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും പറയൂ, ഞാൻ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ വിളിച്ച് അന്വേഷിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് അവർക്ക് വേണ്ടി അവൈലബിൾ ആവാറുണ്ട്. അങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ അവൈലബിൾ ആയി ആ വ്യക്തിയിൽ നിന്നുണ്ടല്ലോ നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും. എട്ടിൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ലൈഫിൽ നമ്മളെ വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ ഈ ഇത്രയും അവൈലബിൾ ആയിട്ട് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് നാളെ അവരും നമ്മളെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ അവർ നമുക്ക് നാളെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇതുപോലെ നമുക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. ഒരു പരിധിയിലപ്പുറത്തേക്ക് ജീവിതത്തിൽ ആർക്ക് വേണ്ടിയിട്ടും അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേദനിക്കാനുള്ളതാണത്. അതാരും ആയിക്കോട്ടെ നമ്മൾ വേദനിക്കും. ഇത് പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ അവനവൻ്റെ പ്രണയിക്കുന്ന വ്യക്തിയുടെ മുഖമൊക്കെ ആയിരിക്കും മനസ്സിൽ കയറി വരികയുണ്ടാവും കേട്ടോ. അല്ല, അവർ മാത്രമല്ല, അതാര് തന്നെ ആയിരുന്നാലും, ലൈക്ക് ഫാമിലി മെമ്പർ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിരുന്നാലും, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ കൊളീഗ് ആയിരുന്നാലും, ആര് തന്നെ ആയിരുന്നാലും ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് നമ്മൾ എവിടെയാണോ അവൈലബിൾ ആവുന്നത് അവർക്ക് നമ്മൾ അവരുടെ ജീവിതത്തിൽ ലാസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ വേഗം മാറും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, സമാധാനത്തോടെ ഇരിക്കുക. അത് മാത്രമാണ് ചെയ്യുന്നത് ഉത്തമം.